ആധാരമായ സംഭവം ഒരു യുവതിയുടെ വയറ്റിൽ ഇങ്ങനെ ഒരു വീഴ്ചയൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നു. അതുകൊണ്ട് നടപടിയെടുക്കുന്നു. അതുകൊണ്ട് ഒരു ഓപ്പറേഷൻ എങ്ങനെ ഉണ്ടായിരുന്നല്ലോ, ലക്ഷക്കണക്കിന് ഓപ്പറേഷൻ നടന്നിട്ടുണ്ടല്ലോ, അതിലൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ അത് കാണാതെ ഇത് മാത്രം പ്രവചിക്കേണ്ട കാര്യമില്ല. തുടർച്ചയായിട്ടൊന്നുമില്ല. അതേ ഒന്നോ രണ്ടോ ഉണ്ടാവും, അത് കഴിഞ്ഞില്ലേ. പിന്നെ തുടർച്ചയായിട്ട് ലക്ഷക്കണക്കിന് ഓപ്പറേഷൻ നടന്ന ഒരു സംസ്ഥാനത്തിലെ കേരളം, അത് രണ്ടെണ്ണത്തെ ചൂണ്ടിക്കാണിച്ചു ഇതോടുകൂടി എല്ലാ ഓപ്പറേഷനും തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇതേവരെ പല സ്ഥലത്തും റീത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങളാണ് റീത്ത് വെക്കുന്നത് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് ആദ്യമായിട്ട് റീത്ത് വെച്ചത് യൂത്ത് കോൺഗ്രസ്സാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് എന്തും ചെയ്യാൻ അവകാശമുണ്ട് എന്ന നിലയിലുള്ള ഒരു വർക്കിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇനി ഞങ്ങൾ സെക്രട്ടേറിയറ്റ് അതിശക്തിയായിട്ട് അതിനെ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഈ നില തുടർന്നാൽ അത് സ്വാഭാവികമായിട്ടും വരാൻ പോകുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രതികരണം കൂടിയായി ചേർന്നായിരിക്കും. അപ്പോൾ വലിയ സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ നീക്കുക. സംഘർഷം ഉണ്ടാക്കാനാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും UDF എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ കേരളം പോവുകയാണ്. അതിനെ തകർക്കാനുള്ള ഗൂഢാലോചന കൂടി ഇതിൻ്റെ പിന്നിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പിന്നിലുണ്ട്. അത് UDF അറിയാണ്ട് നടക്കുന്നതല്ല, അവരുകൂടി അറിഞ്ഞ് നടത്തുന്ന കാര്യം തന്നെയാണ്. ആധാരമായ സംഭവം ഒരു യുവതിയുടെ വയറ്റിൽ ഇങ്ങനെ ഒരു വീഴ്ചയൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നു. അതുകൊണ്ട് നടപടിയെടുക്കുന്നു. അതുകൊണ്ട് ഒരു ഓപ്പറേഷൻ എങ്ങനെ ഉണ്ടായിരുന്നല്ലോ, ലക്ഷക്കണക്കിന് ഓപ്പറേഷൻ നടന്നിട്ടുണ്ടല്ലോ, അതിലൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ അത് കാണാതെ ഇത് മാത്രം പ്രവചിക്കേണ്ട കാര്യമില്ല. തുടർച്ചയായിട്ടൊന്നുമില്ല. അതേ ഒന്നോ രണ്ടോ ഉണ്ടാവും, അത് കഴിഞ്ഞില്ലേ. പിന്നെ തുടർച്ചയായിട്ട് ലക്ഷക്കണക്കിന് ഓപ്പറേഷൻ നടന്ന ഒരു സംസ്ഥാനത്തിലെ കേരളം, അത് രണ്ടെണ്ണത്തെ ചൂണ്ടിക്കാണിച്ചു ഇതോടുകൂടി എല്ലാ ഓപ്പറേഷനും തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മാധ്യമങ്ങൾ കേൾക്കാനൊക്കെ എന്താ വേണ്ടി വെച്ചാൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു വാർത്ത സൃഷ്ടിക്കുക. അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കി എഴുതുന്ന കിട്ടുന്ന വാർത്ത ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള പദ്ധതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലൊന്നുമില്ല, വീഴ്ചയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് സസ്പെൻഡ് ചെയ്തത്. അവിടെ നിലപാട് സ്വീകരിച്ചു. കണ്ടിന്യൂസ് വരുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, കണ്ടിന്യൂസ് ആയിട്ട് വരുന്നില്ല. ഇത് 5 കൊല്ലം മുമ്പുള്ളൊരു സംഭവമാണ്. മറ്റേതും അതേപോലെ തന്നെയാണ്. 2 സംഭവം ഞാൻ പറഞ്ഞത്. നിങ്ങൾ കണ്ടിന്യൂസ് പറയുന്നത് അല്ല, ഞാൻ പറയുന്നതല്ല, ഞാൻ ചോദിക്കുന്നതല്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഇന്നലെ ഉണ്ടായി, ഇന്നുണ്ടായി, മിനിഞ്ഞാന്നുണ്ടായി, അങ്ങനെയാ ഒറ്റപ്പെട്ട സംഭവം. വളരെ ഒറ്റപ്പെട്ട സംഭവം. അതൊക്കെ തന്നെയാണ്, അതെല്ലാം ഒറ്റപ്പെട്ട സംഭവം തന്നെയാണ്. ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾക്ക് വെറുതെ ആവശ്യമില്ല അത് വാർത്തയുണ്ടാക്കാൻ വേണ്ടിയല്ലേ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. ഒരു തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവവും ഇനി ഉണ്ടാവാതിരിക്കുന്നതിനുള്ള മുൻകരുതലോടുകൂടി നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും മുന്നോട്ടേക്ക് പോകണം. പക്ഷേ ഇത് കുറേയും കൂടി സെൻസിറ്റീവായിട്ടുള്ള മേഖലയാണ് ആരോഗ്യ മേഖല. അപ്പോൾ ആരോഗ്യ മേഖല നല്ല ശ്രദ്ധയോടുകൂടിയാണ് മുന്നോട്ടേക്ക് പോകുന്നത്.